എല്ലാവർക്കും മഠത്തിലെ രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കർക്കിടകം മരുന്ന് പൊടി. ഞാൻ മരുന്നുകൊണ്ടേ ഇട്ടിട്ടുണ്ട് കേട്ടോ, കാണാത്തവർ കണ്ടോളൂ. ഇത് കുട്ടികൾക്കായാലും കഴിക്കാം. ഉണ്ടയാകുമ്പോൾ ചിലപ്പോൾ ഒരു ഉണ്ട അധികമാവും, ഒരു കഷ്ണമൊക്കെ കഴിക്കാൻ പറ്റും, ബാക്കി അവിടെ വെക്കണം. ഇത് ആവശ്യത്തിനനുസരിച്ചുള്ള പൊടി എടുക്കുക. പാലിലോ വെള്ളത്തിലോ ഒക്കെ കലക്കിയിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും വയസ്സായ ആൾക്കാർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ കർക്കിടകപ്പൊടി മരുന്ന് പൊടി എന്ന് പറയാം. അതിലുള്ള ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസൊക്കെ അങ്ങനെ തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ. പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് ട്രൈ ചെയ്യൂ. ഒരു 15 ദിവസം കഴിച്ചാൽ മതി, നല്ല വ്യത്യാസം കാണാം കേട്ടോ. അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് ഓരോന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. ആദ്യം തന്നെ ഞാൻ ചെറുപയർ നന്നായി കഴുകി വെച്ചതാട്ടോ. അപ്പോൾ കഴുകി വെച്ചാലും ശരി, നമ്മൾ ചെറിയൊരു നനവുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് വറുക്കുമ്പോൾ അതങ്ങോട്ട് ശരിയായിക്കോളൂ കേട്ടോ. ഈ നനവൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് നന്നായിട്ട് ക്രിസ്പി ആയി വരട്ടെ കേട്ടോ. വെയിറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാം തന്നെ വറക്കുന്നതിന് മുൻപേ കഴുകിയിട്ടാണ് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഇതിപ്പോൾ ചട്ടി ഒന്നും കൂടി ചൂടായി കഴിഞ്ഞാൽ മറ്റുള്ളതൊക്കെ പെട്ടെന്ന് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ചെറുപയർ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തു, കണ്ടോ. ഇപ്പം തന്നെ അതിലത്തെ വെള്ളമൊക്കെ വറ്റി ഒന്ന് കളർ മാറി വരട്ടെ കേട്ടോ, ഒന്ന് ക്രിസ്പി ആയി വരട്ടെ. അപ്പം ഞാൻ ഓരോന്നും എടുത്ത അളവ് പറഞ്ഞുതരാം. ഇതുണ്ടോ, ഞാൻ അണ്ടിപ്പരിപ്പ് വറക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുക. ഇങ്ങനെ ഒരു കപ്പിൽ, ഏത് കപ്പിലാണോ നമ്മൾ ചെറുപയർ പരിപ്പെടുക്കണം അത് തന്നെ എല്ലാം എടുത്തോളൂ. ഓരോ കപ്പ് കേട്ടോ, എല്ലാം ഓരോ കപ്പാണ്. ഉലുവയും ജീരകം മാത്രം 1 ടേബിൾ സ്പൂൺ മതി കേട്ടോ. അപ്പം ഞാൻ കർക്കിടകം മരുന്നുകൊണ്ടൊക്കെ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കണ്ടോളൂ കേട്ടോ. ഇതൊരു പൊടിയാണ്. ഇത് നമുക്ക് രാവിലെയും വൈകിട്ടും ഒരു 1.5 ടേബിൾ സ്പൂൺ വെച്ചിട്ട് കഴിക്കാം. രാവിലെ എണീച്ച് ചായ കൂടി കഴിഞ്ഞ ഉടനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മുന്നേ ആയിട്ട് രാത്രി കിടക്കാൻ നേരം കേട്ടോ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ വെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ കലക്കിയിട്ടാച്ചാൽ അങ്ങനെ കഴിക്കാം. അതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഒരു 10-15 ദിവസം കഴിച്ച് നോക്കൂ, കുട്ടികൾക്കൊക്കെ നല്ലൊരു ശരീരപുഷ്ടി ഉണ്ടാവും. വളരെ നല്ലതാണ്. ആയോ നോക്കാൻ ഒരു മണി എടുക്കുക, പൊട്ടി വരും, വയലിട്ടൊക്കെ അക്രെന്ന് പറയേണ്ടെങ്കിൽ ആയിന്ന് അർത്ഥം. ഒന്നും കൂടി ആവട്ടെ. കണ്ടോ, കളറൊക്കെ നന്നായിട്ട് മാറി. നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അതേ പാനിലേക്ക് തന്നെ മുതിര ഒക്കെ കഴുകിയതാട്ടോ, മുതിര ഇട്ട് കൊടുക്കാം. ഒന്നിങ്ങനെ പരത്തിയിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വെള്ളമായിട്ട് പോയിക്കോളും. അല്ല, നന്നായിട്ട് കഴുകിയിട്ട് ഉണക്കിയതാച്ചാൽ കുഴപ്പമില്ല. ഞാനിത് കഴുകി ഉണക്കിയതല്ലായിരുന്നു, അതുകൊണ്ടാണ് ഈ സമയത്ത് ഞാൻ കഴുകിയെടുത്തത് കേട്ടോ. മുതിരയുടെ ഭാഗം ഞാൻ ഇഷ്ടംമാതിരി മുതിര റെസിപ്പി ഇട്ടിട്ടുണ്ട്, അങ്ങനെ പൊട്ടി വരും. ഇതിപ്പോൾ നിങ്ങൾക്ക് ശർക്കര പാനിയാക്കിയതിന് ശേഷം അതിൽ ഉരുട്ടിയെടുക്കാം കേട്ടോ. ഞാൻ ഇന്ന് ഉരുട്ടിയെടുക്കുന്നില്ല, കാരണം ഞാൻ അങ്ങനത്തെ റെസിപ്പി ഇട്ടതാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടി എളുപ്പമാണ്. നമുക്ക് വേണ്ട അത്രയും പൊടി വേഗാണ്ട് എടുക്കാമല്ലോ. ചിലപ്പോൾ ഒരു ഉണ്ടേന്ന് കഴിക്കാൻ പറ്റി വരില്ല കുട്ടികൾക്കൊന്നേ. അപ്പോൾ ഇത് കുറച്ചും കൂടി എളുപ്പമാണ്. മുതിര കണ്ടോ, കിടീന്ന് ശബ്ദം കേൾക്കണില്ലേ? പൊട്ടി വരും, നല്ല സുന്ദരിയാവും കേട്ടോ. അതന്നെയാണ് അതിൻ്റെ പാകം. നന്നായിട്ടായി വന്നിട്ടുണ്ട്. വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഓരോന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. അടുത്തത് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് റാഗിയാണ്. അളവൊക്കെ സെയിം തന്നെയാണ്. എല്ലാം കഴുകിയിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ആയി വരട്ടെ. റാഗിയുടെ പൊടിയാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിക്കുമ്പോൾ ചേർക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ മുഴുവൻ റാഗിയാണ് എടുത്തിരിക്കുന്നത്. ആയി വരട്ടെ. ഇപ്പോൾ കണ്ടോ, അതിൻ്റെ നനവൊക്കെ പോയി ഓടി കളിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. കണ്ടോ, കംപ്ലീറ്റായി ഈർപ്പൊക്കെ പോയിട്ടുണ്ട്. ഒന്ന് പിരിപിരിയേനായിട്ട് വരട്ടെ കേട്ടോ. വെയിറ്റ് ചെയ്യാം. കണ്ടോ, കടന്നിങ്ങനെ പൊരിഞ്ഞ് വരുന്നുണ്ടോ? ഇതാണ് അതിൻ്റെ ഭാഗം. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ. അടുത്തതായിട്ട് ഉണക്കലരി. ഇത് പിന്നെ വീട്ടിൽ നിന്ന് അമ്മ കൊടുത്തയച്ചതാണ്. അമ്മ എപ്പോഴും നന്നായിട്ട് ഉണക്കി ഒക്കെ വെക്കുന്നതാണ്, അതുകൊണ്ട് ഇതിൻ്റെ കാര്യത്തിൽ പേടിക്കാനില്ല. അത് നന്നായിട്ടൊന്ന് എല്ലാം ആ കപ്പിലാട്ടളവ് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. അരി പിന്നെ നിങ്ങൾക്കറിയാലോ, കണ്ടോ, അങ്ങനെ നല്ലോണം പൊരിഞ്ഞ് വരും.
അപ്പോൾ ഇതുമായിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റാം. പിന്നെ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ബദാമും അതേപോലെ തന്നെ കാഷ്യൂം, അത് രണ്ടും കൂടി ഒരുമിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഒന്നായി വരട്ടെ. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, ഇതിങ്ങനെ ശർക്കരയുടെ പൊടി ഞാൻ ചേർക്കുന്നുണ്ട്, നല്ല പൊടി വാങ്ങാൻ കിട്ടും. അതൊന്നും ചേർക്കാതെ വെറുതെ പൊടിച്ച് വയ്ക്കുക. എന്നിട്ട് കഴിക്കാൻ കാലത്ത് കുറച്ച് ശർക്കര അങ്ങനെ ചീവിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ബൗളിൽ കുറച്ചെടുത്തിട്ട് ശർക്കരയുടെ പൊടി ആയാലും ഇട്ട് കൊടുക്കുക. അങ്ങനെയും കഴിക്കുക കേട്ടോ. ഒന്നിച്ചിട്ട് ചെയ്ത് വെക്കണം എന്നില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ പൊടി ആയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി എടുക്കാം. ഉരുളയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഉരുളെടുത്തിട്ട് പകുതിയോടെ വയ്ക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിന്ന് പൊടി ചെയ്യണത് കേട്ടോ. മാത്രമല്ല വിസ്തരിച്ച് ചെയ്തിട്ടുണ്ട്. കർക്കിടക ഉണ്ട, മരുന്നുണ്ട. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. നന്നായിട്ടായിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വറുത്ത് വെച്ച നിലക്കടല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിലക്കടല വാങ്ങിയിട്ട് ഇങ്ങനെ വറുത്ത് വെക്കും കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് നോക്കി ഇങ്ങനെ തോല് പോകാതുണ്ട്, സാരമില്ല. അത് ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്ത് വേണ്ടുള്ളൂ കേട്ടോ. അത് കാരണം ഞാൻ ഈ കുഞ്ഞേ ചട്ടിയിലേക്ക് ആക്കി കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റാം. ഇതിലേക്ക് തന്നെ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം, 1 ടേബിൾ സ്പൂൺ ഉലുവ ഇതിൽ കടന്നിട്ട് നന്നായിട്ട് ആയിക്കോളും. കാരണം എന്താ വെച്ചാൽ നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണ്. ഉലുവ ഒന്നും ചോക്കുക വേണ്ടു കേട്ടോ. വെയിറ്റ് ചെയ്യാം. അപ്പോൾ കണ്ടോ, ഞാൻ ഗ്യാസ് ഒന്ന് കൊളുത്തിട്ടോ. ആയിട്ടുണ്ട്. മാറ്റാം. ഇനി ഞാൻ ഈ ചട്ടിയിലേക്ക് തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റാണ് കറുത്ത എള്ള കേട്ടോ. എള്ളുണ്ടയൊക്കെ ഉണ്ടാക്കണില്ലേ, അത് നന്നായിട്ട് കഴുകിയിട്ടിരിക്കുകയാണ്. ഇത് വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വരട്ടെ കേട്ടോ. കണ്ടോ, വെള്ളമൊക്കെ വറ്റാൻ തുടങ്ങി. ഇത് നമുക്ക് വളരെ കുറച്ച് മതി പൊടിക്കണതിലിടുക. ബാക്കി അങ്ങനെ അങ്ങോട്ട് അവസാനം പൊടിയിരിക്കാണ്ട് വെതറി കൊടുത്താൽ മതി കേട്ടോ. അതാണ് കൂടുതൽ ടേസ്റ്റ്. കാരണം അങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണത്. ആയി വരട്ടെ ഒന്നും കൂടി കേട്ടോ. ഇപ്പോൾ കണ്ടോ, കിലുകില ശബ്ദം വന്നു. മാത്രമല്ല ഇതൊക്കെ 1 മണി എടുത്തിട്ട് വായിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അറിയാം നന്നായിട്ടായിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റാം. കണ്ടോ, ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിരുന്നു. എള്ള് കണ്ടോ അങ്ങനെ പൊട്ടി വരും. നന്നായിട്ട് ആയിക്കഴിഞ്ഞാൽ അങ്ങനെ പൊട്ടി വരും. അതാണ് അതിൻ്റെ പാകം. കണ്ടോ. അപ്പോൾ ഇത് മാത്രം ഞാൻ വേറൊരു പ്ലേറ്റിലേക്കാണ് മാറ്റുന്നത്. കാരണം ഇതൊന്ന് കുറച്ച് മാത്രമാണ് പൊടിക്കെടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ അവസാനത്തെ ഇൻഗ്രീഡിയൻറ്റ്, ആ ബൗളിൽ 1 ബൗൾ തന്നെ നാളികേരം കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാളികേരം ഓപ്ഷണലാണ് കേട്ടോ. പക്ഷെ നാളികേരം ഇട്ടാൽ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നാളികേരം ഇടുമ്പോൾ കേട് വരുമോ എന്നുള്ളൊരു സംശയം പലർക്കും ഉണ്ടാവും. അതിനാണ് നന്നായിട്ട് ചുമന്നിട്ട് അങ്ങനെ തന്നെ വറുക്കണം കേട്ടോ. മാത്രമല്ല അപ്പം ഞാനൊക്കെ കുറേ അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ എടുക്കാനുള്ള ഒരു കുപ്പിയിലേക്ക് മാറ്റി വയ്ക്കുക, എന്നിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുക. അങ്ങനെ ചെയ്താൽ മതി. അല്ല കുറച്ച് മാത്രം എടുക്കണമെങ്കിൽ നമുക്ക് കേട് വരാനായിരിക്കും കേട്ടോ. സ്പൂണൊക്കെ ഒട്ടും നനവില്ലാത്തതൊക്കെ എടുത്താൽ മതി. ഒന്നും കൂടെ നന്നായിട്ടായി വരട്ടെ. ഇപ്പം കണ്ടോ, നമ്മൾ എരിശ്ശേരിയിലൊക്കെ വറുത്തിടില്ലേ, അതിനെക്കാട്ടിലും ഒന്നും കൂടി ആവണം കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്രയും മതി. നല്ലൊരു മണമാണ് വരണം കേട്ടോ. നാളികേരമൊക്കെ അങ്ങനെ ചുമക്കനെ വറുത്തെടുക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാലോ. ഇനി എല്ലാം കൂടി ചൂടാറിയതിന് ശേഷം അങ്ങോട്ട് പൊടിക്കുക. ശർക്കരയുടെ പൊടി വേണമെങ്കിൽ ചേർക്കാം, അല്ലാതെ വേണമെങ്കിൽ അതേപോലെ വെക്കാം. കഴിക്കാൻ കാലത്ത് പൊടി ചേർക്കാം, എന്ത് വേണമെങ്കിൽ ആവാം കേട്ടോ. അപ്പോൾ കണ്ടോ, നമ്മൾ വറുത്ത് വെച്ച എല്ലാ സാധനങ്ങളും ഉണ്ട്. അതിലേക്ക് കറുത്ത എള്ള് ഇത്രയാണ് ഞാൻ ചേർക്കുന്നുള്ളൂ. ബാക്കി അങ്ങനെ നമുക്കിട്ട് കൊടുക്കാനുള്ളതാണ്. അതുപോലെ തന്നെ ശർക്കരയുടെ പൊടി കണ്ടോ, ഒരടിക്കാട്ടും ഇല്ലാത്ത നല്ല പൊടി കിട്ടും ഇവിടെ. അതാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ശർക്കരയുടെ പൊടിയും കൂടി ചേർക്കണ കാരണം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കേട്ടോ. ഇത് 2 or 3 പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കാനുള്ളതുണ്ട്. അതുകൊണ്ട് തന്നെ നാളികേരം ഞാൻ എല്ലാത്തിലേക്കും 2 or 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ പൊടിക്കണതിലേക്കും അവിടെ ആയിക്കോളും. അവസാനം എല്ലാം കൂടി ഒന്നാണ്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ. പൊടിച്ച് കൊണ്ടുവരാം. കണ്ടോ, അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് പൊടിച്ചിട്ടുണ്ട്. കുറച്ച് തരിയുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ശർക്കരയുടെ പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി കറക്കിയെടുക്കാം. പിന്നെ ശർക്കരയുടെ പൊടി പോരെങ്കിൽ നമുക്ക് അവസാനം ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. വെറുതെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ കണ്ടോ, ആദ്യത്തെ ട്രിപ്പ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടോ, അടിപൊളി ടേസ്റ്റാണ്.
ഈ ബാക്കിയുള്ളതും കൂടി നമുക്ക് പൊടിച്ചെടുക്കാം. കണ്ടോ, ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കുണ്ടൻ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇളക്കാനുള്ള സൗകര്യത്തിനാണ്. നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ശർക്കരയുടെ പൊടി ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തുള്ളൂ, കുറച്ചും കൂടി ആവാം. ഇനി പോരെങ്കിൽ നമുക്ക് കഴിക്കാൻ കാലത്ത് ഞാൻ പറഞ്ഞില്ലേ, ഒരു പാത്രത്തിലേക്ക് എടുക്കുക, അതിലേക്ക് പൊടി ചേർക്കുക. ശർക്കരയുടെ പൊടിയേ ചേർക്കാതെ തന്നെ നിങ്ങൾക്ക് ആക്കി വയ്ക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മുടെ കറുത്ത എള്ളുണ്ടല്ലോ, ബാക്കി വെച്ചത് കുറച്ച് എണ്ണ പൊടിക്കുമ്പോട്ടുള്ളൂ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂണ് കൊണ്ടോ ചട്ടകം കൊണ്ടോ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ എടുത്തിട്ട് കഴിക്കാം. ഇടയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വെറും വയറ്റിൽ ചായ കുടിച്ചുകൊണ്ട് കുഴപ്പമില്ല, രാത്രി കിടക്കുന്നതിന് മുൻപ് കേട്ടോ. കട്ടയൊക്കെ ഒന്ന് ഉടയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കർക്കിടക മരുന്ന് പൊടി. അത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. മുഴുവനായിട്ട് അങ്ങോട്ട് ആക്കാം കേട്ടോ. പറ്റാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടാക്കി നോക്കണം. വളരെ നല്ലതാണ്. 10-15 ദിവസം രാവിലെയും അതുപോലെ തന്നെ ഭക്ഷണം കഴിഞ്ഞിട്ട് കിടക്കുന്നതിന് മുൻപായിട്ടും ഇതൊരു 2 ടേബിൾ സ്പൂൺ വരെ കഴിക്കാം കേട്ടോ. പാലിലോ അല്ലെങ്കിൽ അങ്ങനെ കഴിക്കാം. വളരെ നല്ലതാണ്. അപ്പോൾ ഈ റെസിപ്പി ആരും മിസ്സാക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ തരാം. ഞാൻ പറഞ്ഞു കുറച്ച് പാനിയും കൂടി ആക്കി കഴിഞ്ഞാൽ അത് ഉണ്ടാക്കി വയ്ക്കാം. ഉണ്ട ഞാൻ അതിൻ്റെ മുമ്പ് ഇട്ടിട്ടുണ്ട്. എല്ലാവരും കഴിച്ചോളൂ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ടുള്ള ആൾക്കാർ അതിന് ശേഷം ഒരു കമൻ്റ് ഇടണം കേട്ടോ, ഞാൻ ഉണ്ടാക്കിയെന്നും പറഞ്ഞിട്ട്. എന്നിട്ട് ഒരു 15 ദിവസം കഴിച്ചു നോക്കൂ, എങ്ങനെ ഉണ്ടെന്നും കൂടി പറയണം കേട്ടോ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് ബായ്.